അപ്പോൾ ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞങ്ങളിപ്പോൾ ഉള്ളത് ലണ്ടനിലാണ് കേട്ടോ. ഞങ്ങളൊരു വേറൊരു വീഡിയോ ഷൂട്ടിൻ്റെ കാര്യമായിട്ട് വന്നതാണ്. നമ്മളുള്ളത് ലണ്ടൻ വിക്ടോറിയ ഒന്നല്ല, വിക്ടോറിയ സംതിങ് ലൈക്ക് ദാറ്റ്. എന്താ വിക്ടോറിയ റോയൽ വിക്ടോറിയ എന്നുള്ള ഒരു സ്റ്റേഷനിൽ നമ്മൾ ഞങ്ങളൊരു പ്രൊമോഷൻ്റെ ഷൂട്ടിന് വേണ്ടി വന്നിട്ട് ഞങ്ങളെ കൊണ്ട് മര്യാദക്ക് പറ്റണില്ല. ഞങ്ങളിപ്പോൾ അതിൻ്റെ ആകെ സങ്കടത്തിലാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ സങ്കടത്തിൽ ഒരു വ്ലോഗ് കൊടുക്കാം. അതിനകത്ത് വേറെ കാര്യം വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എല്ലാവരോടും പറഞ്ഞിരുന്നു സ്ഥലമല്ല. ഹലോ ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇതോ എങ്ങനെ കാണിച്ചു കൊടുക്കാം. നടക്ക്. ട്രെയിൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഞങ്ങള് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങളടുത്ത് എല്ലാ ദിവസവും വീഡിയോ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ ഓരോ ഇതിന്റെ കാര്യത്തിലൊക്കെ ഓരോ തിരക്കായിപ്പോയി. സത്യത്തിൽ പക്ഷെ പറ്റണില്ല. സോറി, എല്ലാരോടും സോറി. എനിക്ക് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോരോ കാരണങ്ങള് നല്ല സങ്കടമുണ്ട് ഇടാൻ പറ്റാത്തതിന്. എനിക്കുണ്ടേ അല്ലേ? ഞങ്ങളിങ്ങനെ ഓരോ ദിവസം ട്രൈ ചെയ്തു. പക്ഷെ ഓരോരോ കാരണങ്ങളാണ്. യൂട്യൂബിൽ വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് സെൽഫി സ്റ്റിക്ക് കൊടുത്തു, ഫോൺ കൊടുത്തു. ഫോണിൽ ചാർജും ഇല്ല. ഇത് വേറെ കാര്യം. ഇപ്പൊ പോണത് എങ്ങോട്ടാന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. എനിക്കുണ്ട്. ഞങ്ങളെ ആദ്യം ട്രെയിൻ കയറിയപ്പം ഞങ്ങക്ക് മിസ്സായി സ്റ്റേഷൻ അല്ലേ? മനസ്സിലാവില്ല പറഞ്ഞാല്. ഞാൻ പറയട്ടോ എന്റെ മിസ്സായി സ്റ്റേഷൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനിലെത്തിയപ്പോ പിന്നെയുണ്ട് വണ്ടി റിവേഴ്സ് എടുക്കുന്നു. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അതേ സംഭവം. അത് വേറെ എങ്ങോട്ടുള്ള ട്രെയിനാണ്. പക്ഷെ എനിക്ക് കറക്റ്റ് സ്ഥലത്ത് നമ്മൾ വന്നു. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾക്കറിയാം. പക്ഷെ എനിക്കൊക്കെ മനസ്സിലാവുണ്ട്. അതിന് മതി, എത്ര മതി. മനസ്സിലാവാത്ത ഇൻസ്റ്റയിൽ കമന്റ് DM-ൽ മെസ്സേജ് അയക്കും. ഞാൻ പറഞ്ഞു തരാം എന്താ മനസ്സിലാവാത്തതെന്ന്. ഈ സ്ഥലം കണ്ടോ? പിന്നെ എന്തായാലും ഈ കൂട്ടത്തിൽ എന്തായാലും ഇവിടെ ലണ്ടൻ വരെ വന്ന സ്ഥിതിക്ക് അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. സർപ്രൈസ് ആണെന്നുള്ളത് എളുപ്പമാണ്. അത് ഞാൻ കാണിച്ചരാ. ഇതില് അമ്മ രണ്ടാളും ഇല്ലേ കളി? ഇതില് സബ്സ്ക്രൈബ്സ് നമ്മളെ യൂട്യൂബ് ചാനലിൽ രണ്ടാളും ഇല്ലേ? അപ്പൊ പറയ്, ഇതില് ഞാനൊരു അംഗമല്ലേ? അപ്പൊ എന്നോട് പറയണ്ടേ? അപ്പൊ ഓലല്ലേ പറയല് എന്താ സർപ്രൈസ് കൊടുക്കണം, അതൊക്കെ പറയും, പ്രാങ്ക് കൊടുക്കണം. പക്ഷെ ഓല് പറയണ കേക്കണ്ടേ? ചെത്താ അത് ഇങ്ങോട്ട് പറഞ്ഞാൽ അതെന്താണ് ആ താത്താര് പോണതോ? കാട നിങ്ങൾക്ക് ഫുഡ് എല്ലാം കഴിച്ചാലോ? വിശക്കില്ലേ? ഞങ്ങൾ എന്താ രാവിലെ 2 പൊറോട്ട കഴിച്ചാണ്. ഞങ്ങൾ പട്ടിണിയിലാണ്. ഞങ്ങൾ രാവിലെ 3 പൊറോട്ട രണ്ടാളും കൂടി ഇരുന്ന് തിന്നു. സോറി ഗൈസ്, നമ്മൾ എങ്ങോട്ടാട്ടോ പോണേ? നമ്മള് ഇങ്ങോട്ടാണ് പോണത്. എന്താന്ന് വല്ല കത്തിയോ? ബാ എനിക്കറിയാം എന്താ ഇതാണ്. ഇത് ഇങ്ങോട്ടാണ് പോണത്. എനിക്ക് നോക്കട്ടെ എന്താ. ഓ അതല്ലേ? അതല്ല, എന്നോട് ട്രെയിൻ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ഇതില് കയറാൻ പോവാ? അല്ലാന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ? അതിൽ കയറ്റൂലേ? ഇല്ല, നടക്ക് ഇവിടെ ഇതില് ടാപ്പ് ചെയ്തോ. നൈസ് ആണ്. എന്താണ്
അങ്ങോട്ട് പോണ വ്യൂ. അങ്ങോട്ട് പോണ വ്യൂ കാണാൻ നമ്മൾ വന്നേ. നമ്മളതിൽ കയറാനാ വന്നത്. ആ സത്യം. ഞാൻ ശരിക്കും കാണട്ടെ. അപ്പൊ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കാം? വളർത്ത് കയറണാലോ. ശരിക്കും കയറൂ. എന്താ എനിക്ക് തോന്നണേ? എനിക്ക് തോന്നണേ എനിക്കൊന്നും ഇതൊക്കെ കയറൂല. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി. കണ്ടിട്ട് ഇബലൊന്നും കേറില്ലല്ലോ. ഓല് വെറുതെ ഒന്നാണ്ട് ഫോട്ടോ എടുക്കണുള്ളൂ. ഇബലൊക്കെ ഫോട്ടോ എടുക്കുള്ളൂ. ഏട്ടു ഇവിടെ കമോൺ. കേറാ. ആ നടക്ക നടക്ക. ഈ ചോണ ബോളായി എക്സസൈസ് ചെയ്തിട്ട് കാലിൽ വേനാണ്. വയസ്സായി ഒരു കുത്തി പിടിച്ചാ മടി. ഞങ്ങളുണ്ട്. അടുത്ത വണ്ടി എങ്ങനെ വരും? വെയിറ്റ് കേട്ടോ. അടുത്ത ഇതില് കയറാൻ പറ്റുമോ? അടുത്ത വെയിറ്റ് വെയിറ്റ്. ഓക്കെ ഇതാ വരുന്നുണ്ട്. ആ കയറിക്കോ. ഐശ്വര്യമായിട്ട് കയറിക്കോളൂ. അപ്പൊ നമ്മൾ രണ്ടാളും ഇതിൽ കയറാൻ പോടിയേ. കയറാൻ പോലെ കേറിയില്ലേ? ഓ കേറി. എന്താ സംഭവം? ഇതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇവിടുന്ന് അപ്പൊ കുറച്ചുള്ളത് ഈ സാധനം കയറണോ? ഇങ്ങോട്ടോ ഇങ്ങോട്ട് വാ. നോക്ക് ഇവിടെ മോളിലോക്ക്. ഇതിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൂ. പൊട്ടിപ്പോയാലോ? നമ്മള് വള്ളത്തിൽ കിടക്കും. വ്യൂ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. നല്ല രസല്ലേ? അങ്ങോട്ട് പോകുമ്പോ മാത്രമേ വീഡിയോ എടുക്കൂട്ടോ. ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങക്ക് റീൽ എടുക്കണം. ഇങ്ങോട്ടോ? അങ്ങോട്ടൊന്നുമില്ല നീ അവിടെ വരുള്ളൂ. അയ്യേ താറാവ്. റെസ്റ്റോറന്റാ? എക്സ്പ്രസ് വേ. അതെന്താ സ്റ്റേഡിയം ആണോ? അത് സ്റ്റേഡിയം അല്ല, അത് ഓറ്റു പറയുന്ന മാളാ. ഓറ്റു മാൾ. വലിയ മാളാ. നല്ല രസമുണ്ടല്ലേ? നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോ എടുത്തെത്തുമ്പോ ഉള്ളൊരു അല്ലേ? നോക്ക്. സൺകിസ്ഡ്. സൺബ്ലസ്ഡ്. നല്ല വിളിച്ചപ്പോ. ബൈ. ടാറ്റു. എന്താ അറിയില്ല എപ്പോഴുള്ള സ്വഭാവം. അടുത്ത കൊടുത്തേ. കൊടുക്കട്ടെ? ഓ ഇന്നത്തെ കൊടുക്കട്ടെ? ഓ റെഡി 1 2 3 സ്റ്റാർട്ട്. ബൈ. അതേതോ ഇവിടുത്തെ ബ്രിട്ടീഷാരിയാ. അടുത്ത നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ഇനി ലണ്ടൻ വരുമ്പോ കയറണേ. ആരെയും നോക്കൂ. അതിന്റെ ഉള്ളിൽ ഡാൻസ് കളിക്കുക. അവര് നോക്കണില്ല. ഇഞ്ചി കൊടുക്ക്. അതിൽ രണ്ടാൾക്കാരും നമുക്ക് ടാറ്റ തരുന്നുണ്ട്. എല്ലാരും ഐഷ കണ്ടില്ല. വേറെന്തൊക്കെ നോക്കിയെടുക്കുക. ഇവിടെ ഇങ്ങോട്ടൊക്കെ വ്യൂ അല്ലേ? റീൽ എടുത്തരോ? വ്യൂ എന്നൊക്കെ പറഞ്ഞത് തന്ന് ഒരുത്തി തന്നെ. ഏത് തലല്ലാത്ത വൻസം ആട്ടോ കാണുന്നുണ്ടോ? തിരിച്ചു
എനിക്ക് ഇറങ്ങണ്ട. സാർ നമുക്ക് റൗണ്ടോട് പോയിട്ട് വരാം. വേറെ ഉണ്ട്. അവിടുന്ന് ഇറങ്ങാതെ തിരിച്ചങ്ങോട്ട് തന്നെ പോവാം. പറ്റുമോ? പറ്റുമായിരിക്കുന്നു തോന്നുന്നു. അവിടുത്തെ അതേപോലല്ലേ ഇവിടെ ബിൽഡിങ്. ഏത് ബിൽഡിങ്? അവിടുന്ന് നമ്മൾ കേറി വന്നു, അവിടെ നിന്നു. പക്ഷെ ഇവിടെ പോയല്ലാന്നുള്ളൂ. എന്നിട്ട് ഇങ്ങോട്ട് കേറി മേലെ കേറി. അതിന്റെ മേളില് പുല്ല്. ആ ബിൽഡിങ്ങിന്റെ മേളില് ഞാനല്ലോ, ഞാൻ അതിനകത്ത് കയറിയല്ലേ. നല്ല രസമുണ്ടായിരുന്നല്ലേ? എനിക്ക് വളരെ വളരെ ഇഷ്ടമായി. ഐസുകൾ നോക്കി ഇതിനകത്ത് ഞങ്ങൾ തിരിച്ച് വീണ്ടും റൗണ്ട് അടിക്കാൻ വേണ്ടി പോയി. പക്ഷെ അത് സമ്മതിച്ചില്ല. അവിടെ നിർത്തി. ഇനി പോണില്ല. പക്ഷെ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായി. നമ്മളെന്തായാലും അടുത്ത ലണ്ടനിൽ നമ്മൾ എന്തായാലും പോകുന്നതാണ്. ടാപ്പ് ചെയ്യണ്ട അവിടെ? ടാപ്പ് ഓൾറെഡി ചെയ്തോണ്ട് ചെയ്യേണ്ടതാണ്. ഇതിലാണ് അയാൾ ഇങ്ങോട്ടെ കൈകൊണ്ട് പൊട്ടിയില്ല. അതിന്റെ ഫോൺ മൂന്നാമത്തെ വട്ടം കൊഴിഞ്ഞായിരുന്നു. അങ്ങനൊന്നും എന്റെ ഫോൺ പൊട്ടൂല. പ്രശ്നം ചുവപ്പ് വേഗം എനിക്കിഷ്ടായി. നല്ല രസല്ലേ? നമ്മൾ എന്ത് ഇതിലാണോ പഠിച്ചവനെ ഇവിടെ ഇറങ്ങിയത്? എന്ത് ഇറങ്ങണ്ടേന്നോ? നല്ലതല്ലേ? നല്ലതാണ്. അങ്ങോട്ട് നോക്കി നമ്മളെ ബാഗ് അവിടെ വെച്ചതാ. ആരും കൊണ്ടുപോകും. നോക്കാ. ഇതിന്നിറങ്ങി. പക്ഷെ എന്നാലും ഞാൻ ജാക്കറ്റ് ഇടില്ല. കാരണം എനിക്ക് കാറ്റ് കൊള്ളണം, എനിക്ക് തണുക്കണം, എന്നാലും എനിക്ക് ജലദോഷം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോ ഒരാൾ കരയും. നോക്കാം. ഇതൊക്കെയാ ഫുള്ള് ബിൽഡിംഗ്, ഫുള്ള് ബിൽഡിംഗ്. എനിക്ക് ഇഷ്ടമാണ്. ശരിക്കും ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്ഥലത്തും കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മളെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടും ഇന്ത്യയിൽ 17, 15 ഞങ്ങൾ രണ്ടാളേലും ചാർജ് ഇല്ല. പെട്ടെന്ന് ഞങ്ങൾക്കാണെങ്കിൽ ഇനി കുറേ പോകാനുണ്ട്. വീഡിയോകൾ വൈൻഡപ്പ് ആക്കാണ്. എല്ലാം ക്ഷമിക്കുക ഞങ്ങളുടെ ചെറിയ വീഡിയോയ്ക്ക്. പിന്നെ നിങ്ങളെല്ലാവരും ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇടുന്നത്. ഞങ്ങൾ ഇൻഷാ അല്ലാ എന്നാ ഇടാറില്ല. ഞങ്ങൾ എന്തായാലും ഇടും കേട്ടോ. കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടും. ശരിയാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡെയിലി വീഡിയോ ഇടും. ശരി. അസ്സലാമു അലൈക്കും.